റഷ്യൻ ആണവായുധ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ക്യൂബയിലേക്ക്. അമേരിക്കയ്ക്ക് സമീപം സേനാഭ്യാസം നടത്താൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയിലേക്ക് അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിച്ചതിന് പ്രതികാരമായിട്ടാണിതെന്നാണ് അറിയുന്നത്. കാരണം ഈ യുക്രൈൻ യുദ്ധം അന്തർദേശീയ തലത്തിലേക്ക് വ്യാപിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചനയാണ് ക്യൂബയിൽ ഇപ്പോൾ നടക്കുന്നത്. പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു പ്രേക്ഷകൻ എഴുതുകയായിരുന്നു, ആണവ യുദ്ധത്തിലേക്കൊന്നും ലോകം കടക്കാതിരിക്കാൻ പി ജെയിംസിനെ ഉടൻ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. പി ജെയിംസ് വിചാരിച്ചാൽ യുദ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന പോലും പ്രേക്ഷകർ വിശ്വസിച്ചു തുടങ്ങി. അല്ല, ഇതേ പ്രേക്ഷകർ തന്നെ ഞാനാണ് യുദ്ധം ഉണ്ടാക്കുന്നത് നല്ലൊരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം, കേൾക്കാൻ സുഖമുണ്ട് എസ് കെ. നന്നായിരിക്കട്ടെ. പക്ഷേ ഈ സുഖമുണ്ടെന്ന് പറഞ്ഞാലും വലിയ കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ എസ് കെ ഓർക്കുന്നുണ്ടാവും, 1962 അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും, 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ്, ഏതാണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ ക്ഷുഭിതനായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അമേരിക്കയുടെ ബാക്ക് യാർഡിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയിലേക്ക് ആണവായുധങ്ങളുള്ള അന്തർവാഹിനിയും റഷ്യയുടെ യുദ്ധക്കപ്പലുകളും അയക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. എന്തായാലും അവിടെ എത്തുക മാത്രമല്ല, അമേരിക്കയ്ക്ക് നേരെ സേനാഭ്യാസം നടത്താനാണ് റഷ്യ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ട് റഷ്യൻ പ്രസിഡന്റ് പറയുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മണ്ണിലേക്ക് ഏത് രാജ്യത്തിൻ്റെ ആയുധങ്ങളാണോ യുക്രൈൻ സേന ഉപയോഗിക്കുന്നത് ആ രാജ്യത്തെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും മറ്റു രാജ്യങ്ങൾ വഴി. ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം ക്യൂബയാണ്. ക്യൂബ എല്ലാ കാലത്തും പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഇപ്പോഴത്തെ റഷ്യയുടെ വലിയ കൂട്ടാളിയാണ്. ഫിഡൽ കാസ്ട്രോയുടെ കാലത്ത് തുടങ്ങിയതാണ്. എസ് കെ ഓർക്കുന്നുണ്ടാവും, 1959 ഫിഡൽ കാസ്ട്രോ അന്നത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അധികാരമേറ്റ ശേഷം ഫിഡൽ കാസ്ട്രോയുടെ സർക്കാരാണ് എത്രയോ പതിറ്റാണ്ടുകൾ അവിടെ ഭരിച്ചത്. ഫിഡൽ കാസ്ട്രോയും അനിയനൊക്കെ ഭരിച്ച കാര്യം ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം അമേരിക്കയ്ക്കെതിരെയാണ് ഫിഡൽ കാസ്ട്രോയുടെ പോരാട്ടം. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയെ വധിക്കാൻ ഒരു 100 തവണയെങ്കിലും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കൊല്ലാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ക്യൂബയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന അന്തർവാഹിനിയിലെ ന്യൂക്ലിയർ വാർഹെഡ് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെത്താൻ, മയാമി ബീച്ചിലെത്താൻ 350 കിലോമീറ്റർ മതി. അപ്പുറത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളെ മുഴുവൻ ലക്ഷ്യം വെക്കാവുന്ന യുദ്ധക്കപ്പലിൽ അവരുടെ മിസൈലുകൾ 2500 കിലോമീറ്റർ പോകാൻ കഴിയുന്നതാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ മുഴുവൻ നഗരങ്ങളിൽ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള റേഞ്ചുള്ള മിസൈലുകളാണ് ക്യൂബയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എസ് കെ നേരത്തെ പറഞ്ഞതുപോലെ അന്തർദേശീയമായ ഒരു യുദ്ധത്തിൻ്റെ സാധ്യതയിലേക്ക് ഉണ്ടാവാതിരിക്കട്ടെ, സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഫ്രാൻസും ജർമ്മനിയും കൂടി ഞങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊള്ളാൻ അനുമതി നൽകിയിരിക്കുന്നു. യുക്രൈൻ സേനയാണെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഹൈമാർസ് എന്ന അമേരിക്കയുടെ മിസൈലുകൾ ബെൽഗോറോഡ് അടക്കമുള്ള റഷ്യൻ പ്രദേശങ്ങളിൽ ഉപയോഗിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാത്തതിൻ്റെ പേരിൽ ജോ ബൈഡൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് മാപ്പ് പറഞ്ഞു എന്ന വാർത്ത കൂടി വരുന്നു. എസ് കെ ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ, നിങ്ങൾ ഉപയോഗിച്ചോളൂ, അമേരിക്കയുടെ തീരുമാനമാണ്, ഇതുവരെ ഇത് ഉപയോഗിക്കാൻ സമ്മതിക്കാത്തതിന് അമേരിക്ക മാപ്പ് പറയുന്നു എന്ന് വെച്ചാൽ അമേരിക്ക തുറന്ന് സമ്മതിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും വ്ളാഡിമിർ സെലൻസ്കി നോർമൻഡിയിൽ വെച്ച്, ഫ്രാൻസിലെ നോർമൻഡിയിൽ വെച്ച് ഇവരെ കണ്ടിരുന്നു. അവിടെ വെച്ചാണ് മാപ്പ് പറഞ്ഞത്. എസ് കെ ഓർക്കുന്നുണ്ടാവും, നോർമൻഡിയിലെ ഒരു യുദ്ധം വായിച്ചിട്ടുണ്ടാവും, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചതാണല്ലോ. അപ്പോൾ നോർമൻഡിയിൽ അമേരിക്കയും UK അടങ്ങുന്ന ഫോഴ്സ് നാസി ജർമ്മനിക്കെതിരെ 1944 നടത്തിയ നീക്കത്തിലാണ് യഥാർത്ഥത്തിൽ ജർമ്മനി ഞെട്ടിവിറച്ചത്. അതിൻ്റെ 80ാം വാർഷികം നടക്കുകയാണ് നോർമൻഡിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ്, യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റുമാർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടക്കമുള്ളവരൊക്കെ അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ വെച്ചാണ് സെലൻസ്കിയോട് പരസ്യമായി അമേരിക്കൻ പ്രസിഡന്റ് മാപ്പ് പറഞ്ഞത്. എന്തായാലും അമേരിക്കയും റഷ്യയും മുഖാമുഖം വരുന്നു. എസ് കെ ഇത് വല്ലാത്ത ഒരു രാഷ്ട്രീയ സംഭവവാസമാണ്. ഒരു പക്ഷേ യുദ്ധം തുടങ്ങി 2 വർഷവും ഏതാണ്ട് 5 മാസമൊക്കെ പിന്നിടുമ്പോൾ, ഫെബ്രുവരി 24, 2022 തുടങ്ങിയതാണ്. യുദ്ധം അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടാവുന്നു. വലിയ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത് എസ് കെ.
എന്തായാലും ബി ജെയിംസ് ഈ ശീതസമരം കത്തി നിൽക്കുന്ന ഒരു കാലത്ത് ക്യൂബൻ മിസൈൽ ക്രൈസിസ് 1962 ഉണ്ടാവുകയും ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ മുൻപിലാണെന്ന് തോന്നലുണ്ടാവുകയും അത് അവസാനം ഒഴിവായി പോവുകയൊക്കെ ചെയ്തു. അത്തരമൊരു അവസ്ഥയിലേക്ക് ലോകം വീഴാതിരിക്കട്ടെ. പിന്നെ ഒരു സ്വകാര്യം ബി ജെയിംസ്, നമ്മളൊരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി മാത്രമല്ല, നമ്മളൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സൂടെ നമ്മൾ എംഫിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു എംഫിൽ ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള റിലേഷനെ കുറിച്ചായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യാം ഇതിലേക്ക്. 1962 ജോൺ എഫ് കെന്നഡി പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ ക്യൂബൻ ക്രൈസിസ് ഉണ്ടാവുന്നത്. എസ് കെ ഓർക്കുന്നുണ്ടാവും. ആ സമയത്ത് ജോൺ എഫ് കെന്നഡി പറഞ്ഞൊരു വാക്കുണ്ട്, ക്യൂബയിൽ നിന്ന് മിസൈലുകൾ കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ റെഡി ഫോർ എ തേർഡ് വേൾഡ് വാർ. ഇത് സോവിയറ്റ് യൂണിയനിലെ മനഃശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞു. ഇദ്ദേഹം പറയുന്നത് റിയൽ ആണോ? അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഹി മീൻ ഇറ്റ്. ജോൺ എഫ് കെന്നഡി മൂന്നാം ലോകമായി മഹായുദ്ധത്തിന് തയ്യാറാവും, അതുകൊണ്ട് പിൻവലിച്ചോളൂ എന്ന് കൂടി പറഞ്ഞ അത് സ്കെൻ ഓർക്കുന്നുണ്ടാവും. രണ്ട് രാഷ്ട്ര തലവന്മാരെ പിന്നെ രാത്രി ഫോണിൽ സംസാരിച്ച് ശരിയാക്കിയായിരുന്നു. ഓക്കെ, ബി ജെയിംസ്, താങ്ക് യു. ജെയിംസ് അവിടെ തന്നെ തുടരുക.